നമസ്കാരം. ചൈതന്യം പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇതൊരു പ്രത്യേക കാര്യത്തെ പറ്റിയുള്ള ഒരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് കർക്കിടക മാസം നമ്മുടെ മുന്നിലെത്തുകയാണ്. അത് വരുന്നത് 2025 ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ് കർക്കിടക മാസത്തിൻ്റെ കാലാവധി. കർക്കിടകത്തിന് എല്ലാ മാസത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഓരോ തലത്തിലുണ്ട്. ഈ മാസ പ്രാധാന്യം എന്ന് പറഞ്ഞത് കർക്കിടക മാസത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് താല്പര്യപൂർവ്വം ചെയ്താൽ നമുക്ക് വളരെ വളരെ അനുകൂലമുണ്ടാകും. അതിലൊന്ന്, പുതുവർഷം വരുമ്പോൾ കർക്കിടക മാസത്തിന് ഒരുക്കേണ്ട ചില പുതുവർഷത്തെ വരവേൽക്കാൻ കർക്കിടക മാസത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട്, ഗൃഹത്തിൽ, സ്ഥാപനത്തിൽ ഒക്കെ. അതിലൊന്ന് ആടി അറുതി എന്ന് പറയും. ആടി എന്ന് പറഞ്ഞാൽ കർക്കിടകം. തമിഴാചാരപ്രകാരം തമിഴ്നാട്ടിലിത് വളരെ നല്ല രീതിയിൽ ആചരിച്ചു വരുന്നുണ്ട്. പഴയതിനെയൊക്കെ, ആവശ്യമില്ലാത്തതിനെയൊക്കെ ഒഴിവാക്കുക എന്ന് പറയും. അത് വർക്ക്ഷോപ്പുകളിലായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നാലും ശരി തന്നെ, മൊത്തം തൂത്ത് അടിച്ച് വൃത്തിയാക്കി കഴുകി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അറുതി, ആ ദോഷങ്ങളെല്ലാം, വേണ്ടാത്തതെല്ലാം നമ്മൾ കൺദൃഷ്ടിയിലുള്ളതും നമ്മുടെ മനസ്സിലുള്ളതും. ഈ അറുതിയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം, ഒത്തിരി പാഴ്വസ്തുക്കൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് കാണാം. ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോഴേ അറിയും നമ്മൾ മറന്നു വെച്ചിട്ട്. ഇത് വ്യക്തമായിട്ട് ഒരു കർക്കിടകം 15-20 നമ്മൾ ചെയ്തിരിക്കണമെന്നുള്ളത്. ചിലപ്പോൾ ചെറിയൊരു മുറിയായിരിക്കാം നമ്മുടെ ഇതിലുള്ളത്. അത് വാടകയ്ക്കായിരുന്നാലും സ്വന്തമായിരുന്നാലും നമ്മളവിടെ ഉള്ളിടത്തോളം നമ്മളെ സ്ഥാപനമാണ്, നമ്മുടെ വീടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇരിപ്പിടമാണ്. അത് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെ. അപ്പം ആ ആടി അറുതിയിൽ ഉപയോഗശൂന്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒഴിവാക്കണം. നമ്പർ 1. രണ്ടാമത്, ചിങ്ങത്തിനെ വരവേൽക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം കണ്ടെത്തി വെക്കണമെന്നുള്ളത്. പുതുതായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ഒരു വർഷത്തെ പ്ലാനിങ്ങാണ്. അത് കർക്കിടകത്തിൽ തുടങ്ങണമെന്നാണ്. ചിങ്ങം ഒന്നായിട്ട് തുടങ്ങിയാൽ പോരാ. അത് വാഹനം ചെയ്യണോ, പഠനകാര്യത്തിൽ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ വരും. ഏതൊക്കെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഏത് വിഷയമാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് പ്രയാസമായിട്ടുള്ളത്, ഇത് ശരിയാക്കിയെടുക്കാൻ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഒരുക്കങ്ങൾ, കാഴ്ചപ്പാട് നമുക്കുണ്ടായി പറ്റും. ഇത് കർക്കിടക മാസത്തിൽ നമുക്ക് വ്യവസ്ഥയോടുകൂടി നമ്മുടെ കണക്കിൽ അത് വരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരവേൽക്കുക അല്ലെങ്കിൽ എതിരേൽക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. സാമ്പത്തിക കാര്യം തന്നെ പ്രധാനം. അപ്പോൾ അതിന് ബഡ്ജറ്റ് നമ്മൾ തയ്യാറാണ്. ആ കർക്കിടക മാസത്തിൽ ബഡ്ജറ്റോടെ എല്ലാം ഓക്കെ ആയിരിക്കണം. കാരണം നമ്മൾ നാട്ടു നടപ്പനുസരിച്ച് അക്കൗണ്ടബിലിറ്റി, അക്കൗണ്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ, ടാക്സ് അടയ്ക്കുന്നതെല്ലാം അതാത് സമയങ്ങളുണ്ട്. കണക്കെടുപ്പ് മാർച്ച് മാസം, ജനുവരി മാസം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കാലോചിതമായിട്ട് വരും. ഇത് നമ്മൾ കീഴ്വഴക്കം. അതാണ് ഈ കർക്കിടകത്തിൻ്റെ പ്രത്യേകത. അതിലൊന്ന്, നമ്മുടെ ബഡ്ജറ്റ് ഒരു വർഷത്തെ തയ്യാറാക്കണം എന്നുള്ളതാണ്. ചെറുതായിരിക്കാം, വലുതായിരിക്കാം. അതോടൊപ്പം പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിന് എങ്ങനെയൊക്കെയാണ്, അത് ബിസിനസ്സിലായിരുന്നാൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് വേറൊരു ജോലി അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് വേറൊരു ബിസിനസ്, ഇതൊക്കെ ആരംഭിക്കണം. ചിങ്ങം മാസത്തിൽ അതിന് സമയം കിട്ടില്ല. അത് പ്ലാനിങ് ഉണ്ടായി. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നമ്മളെ സ്വയം നമ്മൾ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർമ്മ പദ്ധതികൾ വരെ, കുടുംബജീവിതം എല്ലാം, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ ഒരു തയ്യാറെടുക്കലാണ് കർക്കിടക മാസത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ ആയതിൻ്റെ കാരണം ആരാണ്? നമ്മുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗുണഗണങ്ങളാണ് നമ്മളിൽ കൂടി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വയം നമ്മുടെ ചുറ്റുപാടുമുള്ളവർ. അപ്പോൾ പിതൃക്കൾക്കുള്ള പൂജകൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അത് കർക്കിടകത്തിൽ ചെയ്യും. കാരണം എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. ഈ പിതൃക്കൾ എന്ന് പറയുന്നത് ദൈവങ്ങളിൽ അല്ലെങ്കിൽ ചൈതന്യങ്ങളിൽ
ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈശ്വരാധീനം. കാരണം ഏതെങ്കിലും ഒരു തലമുറയായിട്ട് കൈമാറേണ്ടതാണ് ഈ പിതൃ പോസിറ്റീവ് എനർജി, പിതൃക്കളുടെ അനുഗ്രഹം. അത് മുടങ്ങിക്കിടക്കുന്നതും അല്ലാതെയായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം, കുറവ് വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പിതൃപൂജകൾ ചെയ്യണം. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ പിതൃപൂജ എവിടെയായിരുന്നാലും അത് ചെയ്യണം. അത് ലണ്ടനിലായിരുന്നാലും അമേരിക്ക ആയിരുന്നാലും എവിടെയായിരുന്നാലും ശരി തന്നെ ആ പിതൃപൂജയെന്നോ അച്ഛൻ അമ്മയും ജീവിച്ചിരിക്കുമ്പം പിതൃപൂജയെപ്പറ്റി ചിന്തിക്കേണ്ട, ചെയ്യേണ്ട എന്നുള്ളതല്ല. അതിനു മുമ്പുള്ളവരുടെ കാര്യം കൊണ്ടാണ് നമുക്ക് നല്ലൊരു അച്ഛനും അമ്മയും കിട്ടിയത്. അപ്പം അവരെയും സ്മരിക്കുകയും അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. മിനിമം ഒരു പിണ്ടച്ചോറ്, ഒരു കൈപിണ്ടച്ചോറെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് വെളിയിൽ കാക്കയ്ക്ക് വയ്ക്കുക എന്നുള്ളൊരു കർമ്മമെങ്കിലും നമ്മൾ ചെയ്യണം. കാരണം പലയിടത്തും അതിനുള്ള സാധ്യതയും സാവകാശവും അതിനുള്ള ചുറ്റുപാടും പിതൃപൂജ ചെയ്യാൻ, കീഴ്വഴക്കമനുസരിച്ച് ആചാരമനുസരിച്ച് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷെ പിതൃക്കളെ നമ്മൾ ഓർക്കണം. ആത്മനിവൃത്തി, പരമാത്മാനിവൃത്തി, കർമ്മനിവൃത്തി, യോഗനിവൃത്തി, ഇതിനെല്ലാം നിവർത്തി പിതൃക്കളിൽ നിന്നാണ്. കാണാത്ത ദൈവങ്ങളാണ് അവർ. കാണുന്ന ദൈവങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ആരാണ് കാണുന്ന ദൈവങ്ങൾ? പഞ്ചഭൂതമുണ്ട്, അതോടൊപ്പം ആദിത്യ ഭഗവാനുമുണ്ട്, ചന്ദ്രഭഗവാനുമുണ്ട്, നാഗദേവതകളുമുണ്ട്. ഇതെല്ലാം കാണുന്ന ദൈവങ്ങളാണ്, അനുഭവിക്കുന്ന ദൈവങ്ങളാണ്. മറ്റു കോടാനുകൂടി ദൈവങ്ങൾ അവരുടെ വിശ്വാസത്തിനനുസരിച്ചുണ്ട്, അല്ലെങ്കിൽ ഗ്രന്ഥത്തിലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ സമർപ്പണത്തിലുണ്ട്. എല്ലാവർക്കും ദൈവം എന്നുള്ള സങ്കല്പവും സ്വർഗം എന്നുള്ള സങ്കല്പവും ഉണ്ട്. ഇവിടെ കാണുന്ന ദൈവങ്ങൾ ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഇത് ദൈവസങ്കല്പം. അപ്പം ആ തരത്തിലുള്ള ദൈവസങ്കല്പത്തിൽ വിഭിന്നമായിട്ടാണ് പിതൃക്കളുടെ സ്ഥാനം. ഇവിടെ പിതൃക്കളെ നമ്മൾ ഓർക്കാനും ആചരിക്കാനുമുള്ള ആ ഒരു മനസ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അതോടൊപ്പം ആടിയറുതി, അതോടൊപ്പം ചിങ്ങമാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ, ബഡ്ജറ്റ്, പ്ലാൻ, പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി നല്ലൊരു തീരുമാനമെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം.